ഹലോ ഫ്രണ്ട്സ്, കൊച്ചു വ്ളോഗ്സ് ബൈ അമ്മ മോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ചെറിയ കുക്കിംഗ് വീഡിയോസും ഒക്കെയാണ് നമ്മൾ കാണിച്ചത്. ഇന്ന് നമ്മൾ നമുക്ക് ചെറിയ കൃഷിയുണ്ട്, ഒരുപാട് വലിയ കൃഷിയില്ല, ചെറിയ കൃഷി. ആ ഒരു അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെറിയ ചെറിയ രീതിയിൽ കപ്പ, അതുപോലെ കപ്പങ്ങ, അങ്ങനെ വാഴ, മുളക്, അങ്ങനെ കുറച്ച് നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഇന്ന് നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പറിച്ചാലോ. അപ്പോൾ എൻ്റെ കൂടെ അപ്പച്ചി ഉണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? വരികയല്ലേ എൻ്റെ ഒപ്പം? ബാ. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് കപ്പയ്ക്ക വെച്ചാൽ വിചാരിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് ചെറിയ ഇച്ചിരി തോട്ടങ്ങളുണ്ട് നമുക്ക്. അത് ഇന്ന് ഇച്ചിരി പഴുപ്പിക്കാൻ പരുവത്തിലിരിക്കുന്ന കുറച്ച് കപ്പയ്ക്കുണ്ട്, അത് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് പറിച്ചാലാ? ഓക്കെ, എന്നാ വാ. ഇതാണ് ഗൈസ് കപ്പങ്ങ, കുറച്ച് വിളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അത് പൊട്ടിക്കാനാണ് ഇപ്പോൾ അപ്പച്ചി നോക്കുന്നത്. പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പഴുപ്പിച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂളി കഴിക്കാം. അത് തലമണ്ടയിൽ വീഴാതിരുന്ന കൊള്ളാം. കപ്പങ്ങ പറിക്കുന്ന പരാക്രമമാണ് കാണുന്നത്. ഒരു പോയില്ല, വീട് പറഞ്ഞ കപ്പങ്ങയാണ് ഇത്. ചെറുതാണെങ്കിലും വിളഞ്ഞതാണ് മാളു. അപ്പൊ അതും കൂടി പിച്ച കാഴ്ചയിൽ ചെറുതായിട്ടാണ് തോന്നുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളഞ്ഞിരിക്കുക, നല്ല മധുരവും. മറ്റേതിനെക്കാട്ടും നല്ല മധുരം ഇതിന് ചെറുതാണെങ്കിൽ. അപ്പൊ അതേ അതും വീണിരിക്കുകയാണ്. ഇച്ചിരി മുളകും. ഇനി പറമ്പിൽ കുറച്ച് മുളകളൊക്കെ നട്ടണ്ടേ. എവിടെ കാണിച്ചേ? ആണ്ടേ, കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് ഭയങ്കര എരിവാ. കഴിഞ്ഞ ദിവസം കുറെ പിച്ചിലായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം കപ്പ ഉണ്ടായിരുന്നല്ലേ? കപ്പ ഉണ്ടായിരുന്നു, കുറെ മുളകും ഉണ്ടായിരുന്നു, അത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇനി ആവട്ടെ, എല്ലാം നമുക്ക് ചെയ്തേക്കാം. കപ്പങ്ങ പറിച്ചു, മുളക് പറിച്ചു, ഇനി കുറച്ച് കാന്താരി മുളകുണ്ട്, അപ്പൊ അത് പറിക്കാം. ഇത് ശരിക്കും ഉണ്ടായിരുന്നു, നല്ലപോലെ പഴുത്തല്ലേ? നല്ലപോലെ പഴുത്തു. അഞ്ഞൂറ്റി സോറി, ഇവിടെ ബജ്ജി മുളക് ഇരിക്കുന്നത്, അത് പൊട്ടിക്കട്ടെ. സാമ്പാർ മുളകാണത്. മൂക്കാനുണ്ട്, കൊറേ മുളകുണ്ട് കേട്ടാ. കാന്താരി ഉണ്ട്, ഉണ്ടമുളക്, അങ്ങനെയൊക്കെ ഒരുപാട് മുളകുണ്ട്. വെക്കാം. അതൊരു ദിവസം നമുക്ക് ചെയ്യാം അല്ലേ? ചോറിന്റെ കൊണ്ടാട്ട മുളകായിട്ട് തിന്നാം, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ തൈര് പിടിങ്ങാനും മതി, നല്ല രസമാണ്. ആളു ഇന്നലെ ഒരു വാഴ എന്താ പറയാ കൊല വെട്ടി വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയി. അതുകൂടി നമുക്ക് എടുത്തുകൊണ്ട് പോവാം. അത് ഇന്നലെ മറന്നുപോയി. ഇതിനകത്ത് ഒരുപാട് വെണ്ടയ്ക്ക് എടുത്തതാണ്, പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാതായപ്പോഴത്തേക്കേ പുഴുവൊക്കെ കുത്തിയാണ്ട് നിന്ന് ഉണങ്ങിപ്പോയി. എന്നാലും ഇത് പൊട്ടിച്ചെടുത്ത് നമുക്ക് പാവാം. നിനക്ക് വെക്കേഷൻ കിട്ടുന്ന സമയത്ത് ചെയ്യാം, അല്ലാതെ നടക്കത്തില്ല. ഒരെണ്ണം പിച്ചി അതില്ലേ? ഉണങ്ങിയതുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പിച്ചേരി. പക്ഷെ ഇത് അയ്യ മൊത്തം പോച്ച കയറി കിടക്കുന്നത്, അതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് അയ്യോ ഉരിഞ്ഞു പോയി. അണ്ണം കാണാൻ ഇപ്പൊ ചീത്ത വിളിക്കും. പുഴുക്കേടായിപ്പോയി അല്ലേ? കൊറേ ചീത്തയായിപ്പോയി. ഇനി അത് പിടിക്കുമെന്ന് തോന്നണില്ല. മുകളിലോട്ട് പിടിക്കും, പക്ഷെ ഇലയൊക്കെ പുഴു നിന്നല്ലേ. അതിന് ചൂട് ചാമ്പലങ്ങാണ്ട് ചെറിയ ചൂടോടുകൂടി ചാമ്പലും ഇട്ടാലേ അത് ശരിയാവും. അല്ല അവിടെ ഇവിടെ 5-6 മുളക് വയ്ക്കുന്നറിയ മുളഞ്ഞൂട്ട് അടി. എല്ലാത്തിനും മുമ്പായിട്ട് നമ്മൾ ആദ്യം ചോറ് വെക്കണം അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ചോറ് വെക്കുന്നത് അല്ലേ പച്ചി? അടുപ്പിലാണ് ചോറ് എല്ലാവരും വെക്കണം. കാരണം ഇവിടെ ഗ്യാസിൽ അങ്ങനെ വെക്കാറില്ല. ചോറ് പണ്ട് തൊട്ടേ ഇവിടെ അടുപ്പിലാണ്. അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുളിശ്ശേരിക്ക് കടുക് വെക്കാം. നമ്മുടെ പുളിശ്ശേരി ഇപ്പോൾ തിളച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം കടുക് വറുത്തു. ഒരു തിളപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുളിശ്ശേരി നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുക. ഇത് ചിക്കൻ കറി അല്ലേ പച്ചി? മെയിൻ സ്പെഷ്യൽ മെയിൻ സ്പെഷ്യൽ ചിക്കനാ. ഇത് സവാള അരിഞ്ഞത്, ഇത് 3-4 പച്ചമുളക്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുള്ള പേസ്റ്റ്, ഇത് തക്കാളി. ഇതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യണം.
പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപ്പിടുന്നത്. ഇഞ്ചി, അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവാണ്. നല്ല രീതിയിൽ വാട്ടുക. ഗ്രേവി ശരിയായിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മുടെ ചിക്കൻ ഇടലാണ് അടുത്ത പരിപാടി. അതെ, ഇതാണ് നമ്മുടെ ചിക്കൻ നമ്മൾ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയേക്കാണ്. ഉണ്ടോ, നല്ലപോലെ ഗ്രേവിയൊക്കെ പിടിച്ച് ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അവിടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സാലഡ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, സവാള, കുറച്ച് പച്ചമുളക്. അപ്പം നമുക്ക് ചെറിയൊരു സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഞാൻ അരിഞ്ഞാൽ വലുതായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുത്ത് ഇപ്പോൾ ദൈവം അരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അവൾ അരിഞ്ഞാലേ കഥന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കാത്തത്. നമ്മൾ ചെയ്ത് പഠിച്ചാലല്ലേ പഠിക്കത്തുള്ളൂ. ഇത് തരത്തില്ല, കയ്യിലെല്ലാം അങ്ങ് ചെയ്യും. അവള് സാലഡ് അരിഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ണമായിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്തോന്ന് എന്ന് ചോദിക്കും. പിന്നെ ആ ഒരു പേര് എനിക്ക് തരണ്ടേ, അത് കാരണം ഞാനങ്ങ് കഷ്ടപ്പെടാതെ കരുതി. അത്രേ ഉള്ളു. ഇനി അടുത്തത് നമ്മള് കപ്പ വേവിക്കാൻ പോവാണ്. അപ്പൊ അത് കപ്പ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വേവിക്കാം. നമുക്കിനി പപ്പടം കാച്ചാണ് ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിരി ചോറ്, പരിപ്പ്, ചിക്കൻ കറി, സാലഡ്, പിന്നെ കപ്പ, അച്ചാറ്, പപ്പടം, പുളിശ്ശേരി. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ലിസ്റ്റ് നോക്കാം. അപ്പം ആദ്യം ഇച്ചിരി പരിപ്പ്, ചിക്കൻ. ഞാൻ ആദ്യം പരിപ്പിലാട്ടോ, അപ്പം ചിക്കനിലാണ് നടക്കുന്നത്. പപ്പടം, അതാണ് സദ്യയുടെ ഒരു ഇത്. സദ്യ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇച്ചിരി ചീനി, ഇച്ചിരി ചിക്കനും കൂടെ ഒരു പീസ്, ശകല പുളിശ്ശേരി, ഇച്ചിരി ഇഞ്ചി. നമുക്കൊന്ന് കഴിച്ചു നോക്കേ. സൂപ്പർ. ബർത്ത്ഡേക്കാരനെ ഓർത്ത് നമുക്കൊന്ന് കഴിക്കും. ബർത്ത്ഡേക്കാരൻ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ബർത്ത്ഡേക്കാരന് നമ്മൾ കൊടുക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പം ബൈ.